നമസ്കാരം. കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ 64-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ചികിത്സയിലുള്ള ഡ്രൈവറുടെ മൊഴി അന്വേഷണ സംഘത്തെ പുതിയ നിഗമനങ്ങളിലേക്ക് എത്തിക്കുന്നു. കൃഷ്ണഗിരിയിൽ നടന്ന സംഭവവും മുൻകൂട്ടി തയ്യാറാക്കിയ കൊലപാതക പദ്ധതിയും തമ്മിൽ എന്താണ് ബന്ധം? യഥാർത്ഥ കൊലയാളി ഇപ്പോഴും നിഴലിൽ തന്നെയാണോ? അറിയാൻ നമുക്ക് കഥയിലേക്ക് പോകാം. താനും സജിത്ത് സാറും മാത്രമേ വാഹനത്തിലുണ്ടായിരുന്നുള്ളല്ലോ. പിന്നെ എങ്ങനെയാണ് വേറെ ആളുകൾ ഇതിനുള്ളിൽ വന്നത്? അതും എവിടെ നിന്ന് വന്നു? വണ്ടി ഓടിക്കുന്ന എനിക്ക് കൂടുതൽ സമയം നോക്കാൻ പറ്റില്ലല്ലോ. കൂടുതൽ അറിയാൻ വേണ്ടി അങ്ങോട്ട് തന്നെ നോക്കാൻ കഴിയാത്ത തരം വഴിയാണല്ലോ അത്. അങ്ങനെ വണ്ടിയിൽ ഒളിച്ചു കയറിയ ആളോ ആളുകളോ നല്ല ഉദ്ദേശത്തിൽ വാഹനത്തിനുള്ളിൽ കയറി കൂടിയതായിരിക്കില്ല എന്ന കാര്യം ഉറപ്പ്. ഒന്നുകിൽ മോഷണമായിരിക്കാം ലക്ഷ്യം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. എന്തു തന്നെയാണെങ്കിലും നമുക്ക് സഹായം ചെയ്യാൻ വേണ്ടിയല്ല ഒരാൾ അങ്ങനെ പിന്നിൽ കയറി ഒളിച്ചിരിക്കുന്നത്. സാറിനോട് വിവരം പറയാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അയാൾ അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങുന്നതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വണ്ടിക്കുള്ളിലും റോഡിലുമായി ശ്രദ്ധിച്ചുകൊണ്ട് വേഗത കുറച്ച് ഞാൻ വണ്ടി മുന്നോട്ട് ഓടിക്കുകയായിരുന്നു. എനിക്കപ്പോൾ അതേ കഴിയുമായിരുന്നുള്ളൂ. അതിനിടയിൽ അധികം വൈകാതെ തന്നെ എൻ്റെ കഴുത്തിന് പിന്നിലൂടെ ഒരു കൈ മുന്നോട്ട് നീണ്ടുവരുന്നത് കണ്ണാടിയിൽ കൂടി എനിക്ക് കാണാൻ കഴിഞ്ഞു. എനിക്ക് ഭയം തോന്നി. പ്രതികരണമെന്നോണം പെട്ടെന്ന് ഞാൻ ബ്രേക്ക് ചവിട്ടി. വണ്ടി നിന്ന ആ സമയം തന്നെ എൻ്റെ മൂക്കും വായും ചേർത്ത് ശക്തിയായി ഒരാൾ അമർത്തിപ്പിടിച്ചു. എന്നെ ഏത് രീതിയിൽ ആക്രമിച്ചോ അതേ രീതിയിൽ തന്നെ സജിത്ത് സാറിനെയും ആക്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. തല തിരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നാലാമതൊരാൾ കൂടി വണ്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കണം. മൂക്കും വായും പൊത്തിപ്പിടിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലുള്ള ശരീരചലനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലുകളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. അത്രമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നിമിഷങ്ങൾക്കകം ഞാൻ അബോധാവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാകാം. പിന്നെ ഞാൻ ബോധം തെളിയുന്നത് ഇതാ ഇവിടെ വെച്ചാണ്. ഇപ്പോഴല്ല, കുറച്ച് മുമ്പ്. നിങ്ങൾ ബത്തേരിയിൽ നിന്ന് പോന്നിട്ട് എവിടെയെങ്കിലും വാഹനം നിർത്തിയിരുന്നോ? അതോ അവർ ബത്തേരിയിൽ നിന്ന് തന്നെ നിങ്ങളുടെ വാഹനത്തിൽ കയറിയതായിരിക്കുമോ? എന്താണ് സജിയുടെ ഒരു നിഗമനം? ബത്തേരിയിൽ നിന്ന് കയറിയതാവാനേ സാധ്യതയുള്ളൂ. അതിനുശേഷം ഞങ്ങൾ എന്തോ ആലോചിച്ചുകൊണ്ട് സജി സംസാരം നിർത്തി. എവിടെയെങ്കിലും നിർത്തിയിരുന്നോ എന്നാണ് ആലോചിക്കുന്നതെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് അതിന് പ്രോത്സാഹനം കൊടുക്കണം എന്ന വിചാരത്തിൽ എന്തോ പറയാൻ ജീവൻ തുടങ്ങുമ്പോഴേക്കും അയാൾ പിന്നെയും തുടർന്നു. കൃഷ്ണഗിരിയിൽ വെച്ച് ഒരു ലോറിക്കാരനുമായി ചെറിയ ഉടക്കുണ്ടായി. 4-5 വർത്തമാനം അവനോട് പറയണമായിരുന്നു. അപ്പോൾ അവിടെ അല്പസമയം നിർത്തിയിരുന്നു. എന്നാലും ആ പ്രദേശത്തെങ്ങും ആരും ഉണ്ടായിരുന്നതായി തോന്നിയില്ല. ആ കശവിശ കൂടുതൽ സമയം ഉണ്ടായിരുന്നില്ല താനും. കഷ്ടിച്ച് 10 മിനിറ്റ് സമയം. എന്തിനും തയ്യാറായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വാഹനത്തിനുള്ളിൽ കയറിപ്പറ്റാൻ എന്തിനാണ് കൂടുതൽ സമയം? 10 മിനിറ്റ് തന്നെ ധാരാളം പോരെ? എന്തിനാണ് നിങ്ങൾ കൃഷ്ണഗിരിയിൽ നിർത്തിയത്? അവിടെ ആരെയും കാണാനുണ്ടായിരുന്നില്ലല്ലോ. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം അതായിരുന്നില്ലല്ലോ താനും. അവിടെ നിർത്തണമായിട്ട് നിർത്തിയതല്ലല്ലോ. നല്ല വേഗതയിൽ വരുന്ന സമയത്താണ്
റോഡ് സൈഡിൽ നിന്നും ഒരു ലോറി പെട്ടെന്ന് റോഡിലേക്ക് ബാക്ക് എടുത്ത് കയറി വന്നത്. ഇടിക്കാതിരിക്കാൻ ഒറ്റ ചവിട്ട് ചവിട്ടിയിട്ടാണ് വണ്ടി നിന്നത്. അതും അത്ര നല്ല ബ്രേക്ക് സിസ്റ്റം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം മറ്റൊന്നാകുമായിരുന്നു. എന്തു മറ്റൊന്നാകാൻ? അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ചിലപ്പോൾ തീർന്നു പോകുമായിരുന്നു. ഇന്നിപ്പോൾ ഒരാൾ കഷ്ടിച്ച് പരിക്കുകളോടെയാണെങ്കിലും രക്ഷപ്പെട്ടു എന്ന് മാത്രം. എന്നിട്ട് നിങ്ങൾ ഡ്രൈവർമാരുടെ സ്വഭാവത്തിന് അയാളോട് നല്ല 4 വർത്തമാനം പറയാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടുണ്ടാവും, അല്ലേ? അവനോട് 2 എണ്ണം പറയാതിരുന്നാലും ശരിയാവില്ല. അങ്ങനെയല്ലല്ലോ വണ്ടി എടുക്കേണ്ടത്, അതും വലിയ വണ്ടി. ശ്രദ്ധിക്കേണ്ടത് അവൻ ശ്രദ്ധിക്കേണ്ടതല്ലേ? അയാളോട് ശരിയായ രീതി പറഞ്ഞു കൊടുക്കാതെ പോന്നാൽ ശരിയാകുമോ? എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി. അതുകൊണ്ട് ഞാൻ 3-4 എണ്ണം പറയാൻ വേണ്ടി നിർത്തി പുറത്തിറങ്ങി. ലോറിക്കാരൻ സജിയോട് ന്യായങ്ങൾ പറഞ്ഞു. പിന്നിലേക്കെടുത്തപ്പോൾ കല്ലിൽ കയറിയതാണ്, ആക്സിലേറ്റർ ചവിട്ടി കല്ലിൽ നിന്ന് ഒഴിവാക്കിയതാണ് എന്നൊക്കെ. അതുകൊണ്ടാണ് പെട്ടെന്ന് റോഡിലേക്ക് കയറിയത്, അല്ലാതെ മനഃപൂർവ്വമല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും അവൻ്റെ അശ്രദ്ധയ്ക്ക് മറുപടിയല്ല. തനിക്ക് ക്ഷമിക്കാൻ തോന്നിയതുമില്ല. ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മേലാൽ ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അവൻ എതിർക്കുമെന്നൊക്കെ ഞാൻ കരുതി. ഞാൻ പറഞ്ഞത് മുഴുവൻ അവൻ എതിർക്കാതെ കേട്ടതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കൂടുതൽ എനിക്ക് പറയാനും കഴിഞ്ഞില്ല. കൂടുതൽ പറയാനില്ലാതെ ഞങ്ങൾ വണ്ടിയിൽ കയറി. യാത്രക്കിടയിൽ ഇങ്ങനെ ആരോടും പറയുന്നതൊന്നും സജിത്ത് സാറിന് ഇഷ്ടമല്ല. ആ വിവരം ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. എൻ്റെ സ്വഭാവം അതിന് നേരെ എതിരുമാണ്. തെറ്റ് കണ്ടാൽ അന്നേരം തന്നെ പറഞ്ഞിട്ട് പോകണം. എന്നെ പിന്തിരിപ്പിച്ച് തിരിച്ചു വിളിക്കാൻ വേണ്ടിയാണ് സജിത്ത് സാർ വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നത്. സാറ് വന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ മടങ്ങിപ്പോന്നു. സജിത്ത് സാർ വണ്ടിയിലുണ്ടായിരുന്നതുകൊണ്ട് സജി പുറത്തേക്കിറങ്ങിയപ്പോൾ വണ്ടി ലോക്ക് ചെയ്തില്ല. താക്കോൽ സജിയുടെ കയ്യിലായതുകൊണ്ട് സജിത്തും പുറത്തിറങ്ങിയപ്പോൾ വണ്ടി ലോക്ക് ചെയ്തില്ല. അപ്പോൾ അത്രയും സമയം വണ്ടിയിൽ ആരും ഉണ്ടായിരുന്നില്ല. വണ്ടി പൂട്ടിയിട്ടുമില്ല. അപ്പോൾ പിന്നെ മറുവശത്ത് മറവിൽ കാത്തു നിന്നവർക്ക് കാറിൽ കയറാൻ ഇതിൽ കൂടുതൽ സൗകര്യം എന്തിനാണ്? ഒന്നുകിൽ അവർ വനത്തിൽ ഒളിച്ചു നിൽപ്പുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലോറിയിൽ ഉണ്ടായിരുന്നതായിരിക്കാം. ഈ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന് ശരിയായിരിക്കണം. ലോറിക്കാരനും അവരുടെ ആള് തന്നെ ആയിരിക്കും. അവർ ആരാണെന്നോ അവരുടെ ലക്ഷ്യം എന്താണെന്നോ ചെറിയൊരു സൂചനയെങ്കിലും സജിക്ക് ലഭിച്ചിരുന്നോ എന്നുകൂടി ചോദിക്കാൻ ജീവന് തോന്നിയതാണ്. എന്നാലും ചോദിച്ചില്ല. നടന്ന സംഭവത്തിൻ്റെ ഏകദേശ ചിത്രം ജീവനും സംഘത്തിനും മനസ്സിലായി. സജി പറയുന്നത് സത്യമാണെന്നും പിടികിട്ടി. അതുകൊണ്ടാണല്ലോ വഴിയിലുണ്ടായ സംഭവങ്ങൾ പോലും കൃത്യമായി വിവരിച്ചത്. ആശുപത്രിയിൽ നിന്നും അയാൾക്ക് ഡിസ്ചാർജായി പോകണമെങ്കിൽ കുറെ കൂടുതൽ ദിവസങ്ങൾ കൂടി വേണ്ടിവരും. എന്തെങ്കിലും കാരണവശാൽ ഇനിയും കാണുകയോ സംസാരിക്കുകയോ ചെയ്യണമെങ്കിൽ അതും ആകാം. ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയം ആവുകയും ചെയ്തു. ഡോക്ടർമാർ അനുവദിച്ച സമയം തീരാറുമായി. അതുകൊണ്ട് തൽക്കാലം അവർ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. സംഭവത്തിൻ്റെ ചിത്രം ഏകദേശം ഇങ്ങനെയായിരിക്കും എന്നാണ് ജീവൻ തൻ്റെ മനസ്സിൽ കണക്കുകൂട്ടിയത്. ബോധം കെടുത്തിയ സമയത്ത് 2 പേരെയും ബോധം കെടുത്തിയിട്ടുണ്ടാകാം. കൽപ്പറ്റ കഴിഞ്ഞ്
ഇറക്കം തുടങ്ങുന്ന ആ ഭാഗത്ത് ഒരാളും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്ത് വെച്ചായിരിക്കണം ഡ്രൈവർ സജിയെ മാറ്റിയത്. എന്നിട്ട് പകരം വണ്ടിയിൽ പതുങ്ങിയിരുന്നവരിൽ ഒരാൾ കയറി ഇരുന്നിട്ടുണ്ടാകണം. പിന്നിൽ 2 പേർ ഉണ്ടായിരിക്കാം എന്നാണല്ലോ സജിയും പറയുന്നത്. ഇവരിൽ ഒരാൾ വണ്ടിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അപ്പോഴും സജിയും സജിത്തും വാഹനത്തിനുള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ച് അബോധാവസ്ഥയിലായ സജിയെ വീണ്ടും പരിക്കേൽപ്പിച്ചിട്ടുണ്ടാകാം. വൈത്തിരി പോലീസ് സ്റ്റേഷനും കഴിഞ്ഞു വരുന്ന വിജനമായ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ വെച്ച് അബോധാവസ്ഥയിലുള്ള സജിയെ അവർ റോഡിൽ നിന്നും പുറത്തേക്ക് കളയുന്നു. വാതിൽ തുറന്ന് വെറുതെ ഒന്ന് തള്ളിയാൽ മതി സജി റോഡിന് താഴെ വീഴാൻ. അവിടെ നിന്നും വീഴുന്നയാൾ കുറച്ചുകൂടി താഴേക്ക് ഉരുണ്ടുപോയി കുറ്റിക്കാട്ടിൽ കിടക്കും. അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അവിടെ നിന്നാണ് സജിയെ നാട്ടുകാർ കണ്ടെത്തിയതും. യാത്ര തുടർന്ന അവർ 9ാം വളവും കൂടി കഴിഞ്ഞ് വാഹന സാന്ദ്രത കുറഞ്ഞ സ്ഥലത്ത് വെച്ച് സജിത്തിനെ വകവരുത്തുകയായിരിക്കും ചെയ്തത്. അബോധാവസ്ഥയിലായിരുന്ന അയാൾ അപ്പോഴും സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് വളരെ രഹസ്യമായി തന്നെ കൃത്യം നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞു കാണും. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അവരെ മറ്റൊരു വാഹനം അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടാകും. അതവർ നേരത്തെ കരുതിയിരിക്കണം. അങ്ങനെ ആയിരിക്കണം അവർ കുറ്റകൃത്യം ഭംഗിയായി നടത്തി രക്ഷപ്പെട്ടത്. വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ ഏറ്റവും എളുപ്പമായ വഴി കൃഷ്ണഗിരിയിൽ നിന്നും നിർത്തിയ ലോറിയിൽ നിന്ന് തന്നെയാണ്. ലോറിയുടെ നമ്പർ ശ്രദ്ധിച്ചവർ ആരുമില്ല. ആളുകളെ കണ്ടവരും ആരുമില്ല. ഡ്രൈവറുടെ മുഖം ഹസനാരുടെ സഹോദരൻ കണ്ണാടിയിലൂടെ ഒന്ന് കണ്ടതു മാത്രം. അതും മുഖം പൂർണ്ണമായും കണ്ടിട്ടുമില്ല. മിന്നായം പോലെ കാണുന്ന ഒരു കാഴ്ച പൂർണ്ണമായും ഓർത്തിരിക്കണം എന്നത് നടക്കുന്ന കാര്യമല്ല. നമ്മുടെ സംശയ ലിസ്റ്റിലുള്ളവർ തന്നെ ആയിരിക്കും ഈ സംഭവത്തിന് പിന്നിലും. വനത്തിൽ വെച്ച് അവരെ കണ്ടു എന്നാണല്ലോ ജോയിയുടെ മൊഴി. വനത്തിലൂടെ തന്നെ അവർ കൃഷ്ണഗിരിയിലെത്തിയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ പോലും സംശയം ഇനിയും ബാക്കിയാണ്. അങ്ങോട്ട് പാലക്കാട് വഴിക്ക് പോയ സജിത്ത് ശങ്കറും മറ്റും വയനാട് വഴി തിരിച്ചു വരുമെന്ന് അറിയാവുന്നവർ 3 പേർ മാത്രമായിരുന്നു. മറ്റാരോടും പറഞ്ഞിട്ടില്ല എന്ന് അവർ പറയുന്നുമുണ്ട്. അങ്ങനെ വന്നാൽ പിന്നെ സാധ്യതയുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ അവർക്ക് വിവരം കിട്ടി എന്നല്ലേ? അതിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. നേരത്തെ നമ്മൾ അന്വേഷിച്ച ഹമീദ് സാറിൻ്റെ ക്വാർട്ടേഴ്സിൽ വന്നുകൊണ്ടിരുന്ന രമേശൻ ട്രാൻസ്ഫറായി ബാംഗ്ലൂരിൽ പോയി എന്നല്ലേ മൊഴി കിട്ടിയിട്ടുള്ളത്? അയാളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നയാളും ഇയാളും 2 ആണെങ്കിൽ പോലും അയാൾക്ക് കൊലപാതകത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യാമല്ലോ. ഹമീദ് സാറിൻ്റെ കാര്യത്തിലും അയാൾ ചെയ്തത് സഹായം മാത്രമാണെങ്കിലോ കൃത്യം ചെയ്തത് മറ്റൊരാളാണെന്നും വരാമല്ലോ. പക്ഷേ രമേശൻ്റെ ചിത്രം അതല്ല എന്ന് അവരെല്ലാവരും പറയുന്നുണ്ടല്ലോ. വന്നയാളുടെ പേര് അങ്ങനെയാണ് എന്നതുകൊണ്ട് മാത്രം സംശയത്തിൻ്റെ ലിസ്റ്റിൽ അയാളെ ഇപ്പോഴും നിലനിർത്തേണ്ടത് ആവശ്യമുള്ള കാര്യമാണോ? സംശയിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ നിന്നും രമേശൻ ഒഴിവാക്കപ്പെടുമോ? ഇപ്പോഴും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. കൃഷ്ണഗിരിയിലെ ലോറി സംഭവത്തിന് പിന്നിൽ ആരായിരുന്നു? സജിത്തിൻ്റെ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊലയാളികൾക്ക് എങ്ങനെ ലഭിച്ചു?
ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. മറ്റന്നാൾ ഇതേ സമയം അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.